കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉണ്ടല്ലോ ഗേറ്റിൽ. രസികർ മന്ത്രമായിരിക്കും അല്ലേ? എന്താ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ വല്ല കണ്ണുണ്ടോ? എന്താ ഉണ്ടായിക്കൂടുന്നുണ്ടോ? ഞാനും 3-4 ഭാഷകളിലെ തിരക്കുള്ള നായിക തന്നെയാ. അതുകൊണ്ടല്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരെ ഗതിയൊക്കെ അറിയാലോ, അതുകൊണ്ട് ചോദിച്ചാ. ആ അത് പോട്ടെ, തെലുങ്കിലും തമിഴിലൊക്കെ ബിസിയാന്ന് വെച്ച് അരങ്ങേരം നടത്തിയ മലയാളത്തെ മറന്നു കളയരുത്. ഒരിക്കലും ഇല്ല. ഓൾറെഡി 1-2 പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം അടുത്ത ആഴ്ച തന്നെ തുടങ്ങും. ഞാൻ അറിഞ്ഞു. ഡയറക്ടർ വിമൽ കുമാറിന്റെ പടമല്ലേ? അതെ. എവിടെയാ എന്റെ ലൊക്കേഷൻ? കേരളത്തിലാ. ഓ, കേരളത്തിലാണല്ലേ. ആരാ നിന്റെ പ്രൊഡ്യൂസർ? ഒരു ഔസേപ്പച്ചൻ, പുതിയ ആളാ. ഓ, ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? എന്താ? പ്രൊഡ്യൂസർ മോഹനുമായി അശ്വതിയുടെ വിവാഹം അടുത്തുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്, പക്ഷേ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. വിവാഹം കഴിഞ്ഞാലും അഭിനയം തുടരുമോ? തീർച്ചയായും. അക്കാര്യത്തിൽ മോഹൻ യാതൊരു എതിർപ്പുമില്ല. രക്ഷപ്പെട്ടു. ഞാൻ കരുതി ഒരു നായയോട് നഷ്ടപ്പെടുമെന്ന്. നേരത്തെ ഇറങ്ങിയതാ, പക്ഷെ കണ്ടുമുട്ടണ്ടേ തരാനായിട്ട്. വമ്പൻ മാർ ഒളിവിൽ. സുപ്രസിദ്ധ നായിക അശ്വതി തന്റെ സിനിമാ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പച്ചയായി വിവരിക്കുന്നു. ഇരുകാലികളുടെ ലോകം. ഇന്ന് രാവിലെയും എഡിറ്റർ വിളിച്ചിരുന്നു. ഈ പരസ്യം വന്നതിന് ശേഷം ഓഫീസിലേക്ക് വരുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇതിനെ കുറിച്ചാണെന്ന്. ചിലർക്ക് ആരെയൊക്കെ കുറിച്ചാണെന്ന് അറിഞ്ഞാൽ മതി. ആരെ കുറിച്ചാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് വേണ്ടേ അവരോട് പറയാൻ? അത് പറയാനാ ഞാൻ കുമാരനോട് വരാൻ പറഞ്ഞത്.